ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുമ്പളങ്ങ മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാൻ കുമ്പളങ്ങ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. തേങ്ങ ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈര് ഒഴിച്ചത് കാരണം നന്നായി തിളക്കേണ്ട ആവശ്യമില്ല. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.